ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കണ്ണുനീരവൻ തുടയ്ക്കുമേ കണ്ണുനീരവൻ തുടയ്ക്കുമേ തൻ കോമള കരങ്ങളാൽ തൻ കോമള കരങ്ങളാൽ. ഇവിടെ കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കാട്ടുപ്രാക്കൾ സംഗമം ഒന്നായി കല്യാണശാലയിൽ പോകും. കാട്ടുപ്രാക്കൾ സംഗമം ഒന്നായി കല്യാണശാലയിൽ പോകും. പ്രേമമാല ചാർത്തിടുമെന്നേ പ്രേമമാല ചാർത്തിടുമെന്നേ പ്രിയൻ വന്നിച്ച മാന്യ സദസ്സിൽ പ്രിയൻ വന്നിച്ച മാന്യ സദസ്സിൽ. ഇവിടെ കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. ജ്ഞാനമേഘം ദൂതർ മധ്യത്തിൽ മംഗളകാന്തി വിലസി. ജ്ഞാനമേഘം ദൂതർ മധ്യത്തിൽ മംഗളകാന്തി വിലസി. എൻ കാന്തനു ഞാൻ കണ്ണിലുണ്ണിപ്പോ എൻ കാന്തനു ഞാൻ കണ്ണിലുണ്ണിപ്പോ. വാഴും നിത്യയുഗങ്ങൾ വാഴും നിത്യയുഗങ്ങൾ. ഇവിടെ കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. താൻ വരുമ്പോൾ ഞാനും പോകുമേ ഉള്ളിൽ പ്രത്യാശയുള്ളവർ. താൻ വരുമ്പോൾ ഞാനും പോകുമേ ഉള്ളിൽ പ്രത്യാശയുള്ളവർ. രാപ്പകൽ നാം വിശ്രമമെന്നേ രാപ്പകൽ നാം വിശ്രമമെന്നേ. താലന്തു വ്യാപാരം ചെയ്യാം താലന്തു വ്യാപാരം ചെയ്യാം. ഇവിടെ കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കാത്തിരിക്കും ശുദ്ധിമാന്മാരെ
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 17-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. മുടിയനായ പുത്രൻ്റെ ഉപമയാണ് നമ്മുടെ ധ്യാന വിഷയം. അതിൽ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ ഉപമയിൽ നിന്ന് എന്താണ് പാപാവസ്ഥ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. വാട്ട് ഈസ് എ സിൻഫുൾ സ്റ്റേറ്റ്? ഈ ഉപമയുടെ പശ്ചാത്തലത്തിൽ പാപാവസ്ഥയുടെ യഥാർത്ഥമായ ചില ലക്ഷണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, പാപാവസ്ഥ, ദാറ്റ് ഇസ് എ ഡിമാൻഡിങ് സ്റ്റേറ്റ്, ദാറ്റ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് റിബല്യൺ. അത് ധാർഷ്ട്യത്തിൻ്റെ, അത് മത്സരത്തിൻ്റെ ഒരു അവസ്ഥയാണ്. രണ്ടാമത്തത്, സിൻഫുൾ സ്റ്റേറ്റ് ഇസ് എ സ്റ്റേറ്റ് ഫാർ അവേ ഫ്രം ലവിങ് ഗോഡ്. ദൈവത്തിൽ നിന്ന്, ആ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്ന് ഇരുട്ടിലേക്ക് അകന്നു പോകുന്ന ഒരവസ്ഥയാണ് പാപാവസ്ഥ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, സിൻഫുൾ സ്റ്റേറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് റെക്കലെസ് ലിവിങ്. ദുർനടപ്പിലേക്ക് അഴിഞ്ഞാടിപ്പോകുന്ന വേദനാജനകമായ ഒരവസ്ഥയാണ് പാപാവസ്ഥ. തന്നിഷ്ടപ്രകാരം തോന്നിയതുപോലെ ദൈവം കാണുന്നുണ്ടോ, ദൈവത്തിന് ഇഷ്ടമാണോ, മറ്റുള്ളവർക്ക് ദോഷമാണോ, ഇതൊന്നും ചിന്തിക്കാതെ അവനവന് തൃപ്തികരമായിരിക്കുന്ന വിധത്തിൽ അഴിഞ്ഞാടി നടക്കുന്നതായ എ റെക്കലെസ് ലിവിങ്, എ വൈൽഡ് ലിവിങ്, കാടത്വം, ദുർനടപ്പ്. അടുത്തത് എന്താണ്? എ സ്പെൻഡിങ് സ്റ്റേറ്റ്. അവൻ വസ്തു മുഴുവൻ നാനാവിധമാക്കി, അവൻ്റെ കയ്യിലുള്ളത് മുഴുവൻ ഇപ്പോൾ നഷ്ടമായി, പെട്ടി കാലിയായി, ആരോഗ്യം മുഴുവൻ നഷ്ടപ്പെട്ടു. അശുദ്ധിക്കും മദ്യത്തിനും വേണ്ടാതീനത്തിനുമെല്ലാം ഈ ശരീരം വിട്ടുകൊടുത്തു. അത് പലതും കാർന്നു തിന്നു. അവനിപ്പോൾ ലജ്ജാകരമായിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ആരോഗ്യം നഷ്ടപ്പെട്ടു, ആസ്തി നഷ്ടപ്പെട്ടു, അവൻ്റെതായ സകല മാനവും നഷ്ടപ്പെട്ടു. പിന്നീട് എന്താണ് നമ്മൾ ചിന്തിച്ചത്? എ സ്റ്റേറ്റ് ഓഫ് സിവിയർ ഫാമിൻ, യു വാണ്ടിങ് സ്റ്റേറ്റ്. എല്ലാം നഷ്ടമായി. അപ്പൻ നഷ്ടപ്പെട്ടു, ആസ്തി നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, സൽപ്പേര് നഷ്ടപ്പെട്ടു, പണം മുഴുവനായിട്ട് പോയി. ഇപ്പോൾ അവന് നഷ്ടപ്പെടാത്ത ഒന്നേ ഉള്ളൂ എന്ന് ഞാൻ പറയും. പിതാവൻ ദൈവത്തിന് സ്നേഹമൊഴിച്ച് ബാക്കി അവനെല്ലാം നഷ്ടപ്പെട്ടു. എ സ്റ്റേറ്റ് ഓഫ് സിവിയർ ഫാമിൻ, വലിയ പട്ടിണിയുടെ, ക്ഷാമത്തിൻ്റെ എ വാണ്ടിങ് സ്റ്റേറ്റ്. സമാധാനമുണ്ടോ? അതിനും പട്ടിണിയാണ്. സ്നേഹമുണ്ടോ? അതിനും പട്ടിണിയാണ്. ആ സ്റ്റേറ്റിൽ ആരെല്ലാം ഇത് കേൾക്കുന്നുണ്ട്? അവസാനം നമ്മൾ എന്താണ് ചിന്തിച്ചത്? എ സ്റ്റേറ്റ് ഓഫ് സ്ലേവറി, അതൊരടിമത്തമാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്. ഇപ്പോൾ അവൻ അടിമയാണ്, അവൻ അടിമത്വത്തിലാണ്, പിശാചിൻ്റെ ചങ്ങലയിലാണ്. ഇതിൽ നിങ്ങൾക്കൊന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണ്ടേ? നമുക്ക് തുടർന്ന് ചിന്തിക്കാം. വായിച്ച് 15-ാം അധ്യായത്തിന് 16-ാമത്തെ വാക്യം വായിച്ച്. പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഡിസപ്പോയിൻമെന്റ്, എ സ്റ്റേറ്റ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ. തികഞ്ഞ അതൃപ്തിയാണ്, തികഞ്ഞ നിരാശയാണ്. ദൈവത്തിന് സ്തോത്രം. ചിന്തിച്ചു പോവുകയാണ്, ആത്മഗതം പോലെ പറയാണ്, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ഉദ്ദേശിച്ച പോലെ ഒന്നും നടക്കുന്നില്ലല്ലോ. എന്ത് സമൃദ്ധിയിലും ആഡംബരത്തിലും സന്തോഷത്തിലും നിറവിലും ജീവിച്ചതായ ആ ഇളയ മകൻ ഇപ്പോൾ ദൈവമക്കളെ പന്നികളെ മേയിച്ചുകൊണ്ട് അതിൻ്റെ വാളവരയ്ക്ക് വേണ്ടി കൊതിക്കുന്ന രംഗം. അടിമവേല, എ സ്റ്റേറ്റ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ. കാരണം എന്തറിയാമോ? വായിച്ച് 15-ാമത്തെ വാക്യം വായിച്ച് 15-15. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തിനെ ചെന്ന് ആശ്രയിച്ചു. അവൻ അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. അടിമവേല, അടിമയ്ക്ക് ഭക്ഷണമില്ല, വിശന്ന് വലഞ്ഞു കഴിയുകയാണ് അവൻ. എ വാണ്ടിങ് സ്റ്റേറ്റ്, എ സ്റ്റേറ്റ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ, എ സ്റ്റേറ്റ് ഓഫ് ഡിസപ്പോയിൻമെൻറ്റ്. ഞാനിത് പറയുമ്പോൾ അല്പം കൂടി വിശാലമായിട്ട് ചിന്തിച്ച്, ഇന്ന് ജനം അസംതൃപ്തരാണ്, ഒന്നിനും തൃപ്തിയില്ല.
ഉള്ളതുകൊണ്ട് മതിയാകുന്നില്ല. ദൈവമക്കൾ, ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. സെയിൻറ്റ് ആൻ്റണി പറയുന്ന പോലെ നമ്മളുടെ ഹൃദയത്തിൽ ഒരു വാക്യൂമുണ്ട്, എൻ്റെ ജീവിതത്തിലൊരു വാക്യൂമുണ്ട്. അതിനെ നിറയ്ക്കുവാൻ പണം മതിയാകുകയില്ല, സമ്പത്ത് മതിയാകുകയില്ല, ആരോഗ്യം മതിയാകുകയില്ല, മദ്യം മതിയാകുകയില്ല, ലൈംഗിക അഴിഞ്ഞാട്ടം കൊണ്ട് തൃപ്തി വരികയില്ല. താൽക്കാലികമായിട്ട് തൃപ്തി കിട്ടും. എന്നാൽ ദൈവമക്കളെ, എൻ്റെ ഈ ഉള്ളിലെ ശൂന്യത നിറയ്ക്കണമെങ്കിൽ എൻ്റെ പ്രാണപ്രിയനായ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഒരു ശൂന്യാവസ്ഥയിൽ നിരാശയോടെ എൻ്റെ ജീവിതം മുന്നോട്ട് വിഷമത്തിൽ തള്ളി നീക്കിയതായ ചില നാളുകൾ ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവം കൃപയാൽ എല്ലാം നിറവടിയായിട്ട് തന്നിട്ടുണ്ട്, ഒന്നിനും കുറവുണ്ടായിരുന്നില്ല. എന്നാൽ ഒന്നിന് മാത്രം ക്ഷാമം, കടുത്ത നിരാശ. എന്തുകൊണ്ടാണ്? ആന്തരികമായ ഒരു തൃപ്തിയില്ല. ഉള്ള ഒരിക്കലും തൃപ്തിപ്പെട്ട് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നില്ല. ദൈവമക്കളെ, അസംതൃപ്തി, നിരാശ. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? അങ്ങനെ ആരെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? ദൈവം നിങ്ങൾക്ക് പ്രത്യാശ തരും. ഈ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഒരു മടങ്ങി വരവിന് വേണ്ടി നിങ്ങളെ ക്രമേണ ഒരുക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്നെ മറക്കാം, ഞാൻ പറയുന്ന വാക്കുകൾ പോലും മറക്കാം. ഒരു ദൈവസ്നേഹം നിങ്ങളെ ഇപ്പോൾ തേടി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പയ്യാര അനക്കം വെച്ച് തുടങ്ങിയതുപോലെ അസ്ഥികളുടെ താഴ്വരയിൽ ഉണങ്ങി കരിഞ്ഞ് ചിന്നിച്ചിതിരി കിടക്കുന്ന അസ്ഥികളോട് പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കൽപ്പിച്ചപ്പോൾ, അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീനെന്ന് പറഞ്ഞപ്പോൾ ചലനം തുടങ്ങി. ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ചെറിയ ഒരനക്കം തന്നു തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എ സ്റ്റേറ്റ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷനിൽ നിന്ന്, തികഞ്ഞ അതൃപ്തിയിൽ നിന്ന്, നിരാശയിൽ നിന്ന്, ആഴക്കുഴിയിൽ നിന്ന് പയ്യെ ഒന്ന് പിടിച്ച് കയറ്റുവാൻ കർത്താവിൻ്റെ കരം താണിറങ്ങി വരുന്നുണ്ട്. അടുത്ത സ്റ്റേജ് എന്താണ്? 17ാമത്തെ വാക്യം വായിച്ച്. അപ്പോൾ സുബോധം വന്നിട്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. തികഞ്ഞ അതൃപ്തിയിൽ ജീവിച്ചിട്ട് കാര്യമില്ല. പലരും ചിന്തിച്ചിട്ടില്ലേ, ഇനി ആത്മഹത്യ മാത്രമേ നീക്കുപോക്കുള്ളൂ. കാരണം ജീവിച്ചിട്ട് കാര്യമില്ല, ജീവിക്കാൻ മുന്നോട്ട് പോകാൻ ഒരു പഴുതും കാണുന്നില്ല. അപ്പോൾ ഒരു ദിവ്യപ്രകാശം. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സ്നേഹത്തിന് ചരട് അറ്റുപോയിട്ടില്ല. നിങ്ങളിത് ആരെല്ലാം എവിടെയെല്ലാം ഇരുന്ന് കേൾക്കുന്നുവോ, ദൈവം നിങ്ങളെ മറന്നിട്ടില്ല, കൈവിട്ടിട്ടില്ല. അതുകൊണ്ടാണ് കാൽവറിയിൽ സ്നേഹം ഈ വചനമായി നിങ്ങളെ തേടി വന്ന് തലോടുന്നത്. നിങ്ങൾ അറിയാതെ പാടിപ്പോകും, ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ നീ ഓർക്കല്ലേ. ദൈവത്തിന് സ്തോത്രം. അരുമനാഥൻ്റെ കാലുകൾ നിങ്ങളെ തേടി വന്നിട്ടുണ്ട്. ബെഥസ്ദ കുളക്കരയിൽ നീണ്ട 38 വർഷക്കാലം തളർവാദം പിടിച്ച് ആരും സഹായിക്കാനില്ലാതെ നിരാശയിൽ കുമിഞ്ഞുകൂടി എല്ലാം തീർന്നല്ലോ എന്ന് വിചാരിച്ച് ഭാരത്തോടെ കഴിഞ്ഞതായ ആ രോഗിയുടെ അടുക്കിലേക്ക് ഇതാ അരുമനാഥൻ്റെ സ്നേഹത്തിൻ്റെ കാലടികൾ അടുത്തു വരുന്നു. നല്ല ശമരിയക്കാരൻ നിങ്ങളെ തേടി വന്നിട്ടുണ്ട്. അനേക പുരുഷന്മാർക്ക് ശരീരം വിട്ടുകൊടുത്തിട്ടും തൃപ്തി വരാതെ ആ ശമരിയക്കാരി സ്ത്രീ നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ വന്നു. ഇവിടെ ഇതാ നല്ലവനായ കർത്താവായ യേശു ക്രിസ്തു അവളെ തേടി വന്നിരിക്കുന്നു. ആ യേശു നിരാശയിൽ കഴിയുന്ന നിങ്ങളെ തേടി വന്നിട്ടുണ്ട്. സുബോധത്തിൻ്റെ വെളിച്ചം നിങ്ങളെ തേടി വന്നിരിക്കുകയാണ്. അപ്പോൾ സുബോധം വന്നിട്ട് ഇറ്റ് വാസ് എ മാഡ്നസ്. അവന് സുബോധമുണ്ടായിരുന്നില്ല. ആരെല്ലാം നിങ്ങൾക്ക് പ്രകടമായിരിക്കുന്ന ഒരു ഭ്രാന്തോ മാനസിക രോഗം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. സുബോധം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. സുബോധം എന്ന് പറയുന്നത് വെളിച്ചമാണ്. സുബോധം എന്ന് പറയുന്നത് കാൽവറിയിൽ ഒരുക്കിയ രക്ഷയുടെ സന്തോഷം രുചിച്ചറിയുന്നതാണ്. സുബോധം എന്ന് പറയുന്നത് കാൽവറിയിൽ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് തുറന്നായ വാതിൽ അത് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതാണ് വെളിച്ചം, അതാണ് സുബോധം. അത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സുബോധം വരണം ദൈവമക്കളെ. എ സ്റ്റേറ്റ് ഓഫ് മാഡ്നസ്, നഷ്ടപ്പെട്ടതായിരിക്കുന്നൊരവസ്ഥ. ഹല്ലേലൂയ ദൈവമക്കളെ. അങ്ങനെ ഒരു ചെറിയ വെളിച്ചം അവൻ്റെ നിസ്സഹായ അവസ്ഥയിൽ
പയ്യൊന്ന് പ്രകാശിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? 17-ാമത്തെ വാക്യം വായിച്ച്, വീണ്ടും വായിച്ച്. അപ്പോൾ സുബോധം വന്നിട്ട് ആ, അവൻ എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, അടുത്ത വാക്യം. ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാനോ നശിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെല്ലാം മറന്ന് നിങ്ങളെ തേടി വന്നിരിക്കുന്ന ആണിപ്പഴുതുള്ള ഹല്ലേലൂയ തിരുവരാവ് തുറന്ന് ഉയർത്തെഴുന്നേറ്റ് നിങ്ങളുടെ മുമ്പിൽ സ്നേഹവാത്സല്യത്തോടെ നിന്നെ രക്ഷിക്കാൻ കടന്നു വന്നിരിക്കുന്ന യേശുവിൻ്റെ കാൽക്കലൊന്ന് വീണേ. ഒരു ചെറിയ സുബോധം നിങ്ങൾക്ക് വരുന്നില്ലേ? ഒരു വെളിച്ചത്തിൻ്റെ ഹല്ലേലൂയ ശോഭ നിങ്ങളെ തലോടുന്നില്ലേ? ആ സുബോധത്തിൻ്റെ തുടക്കം എന്താണ് ദൈവമക്കളെ? ദാറ്റ് ഈസ് എ സ്റ്റേറ്റ്, എ പെറിഷിംഗ് സ്റ്റേറ്റ്. ഞാൻ എവിടെയാണ് കിടക്കുന്നതെന്ന് തിരിച്ചറിയാൻ. അയ്യോ, ഞാൻ നശിക്കുന്നു. ദൈവമക്കളെ, നിങ്ങൾ അനേകര് നാശക്കുഴിയിലാണ് കേട്ടോ. നിങ്ങൾ അനേകര് പാപാവസ്ഥയിലാണ് കേട്ടോ. നിങ്ങൾ അനേകര് നരകത്തിൻ്റെ പാതയിലാണ് കേട്ടോ. ഞാൻ നിങ്ങളെ കുറ്റം വിധിക്കുകയല്ല. ഹല്ലേലൂയ. ആഗ്രഹിക്കുന്ന നന്മ ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ചിന്തകൾ വിശുദ്ധമാണോ? നിങ്ങൾക്ക് ധനസമൃദ്ധിയുണ്ട്, ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ട്, പക്ഷെ നിങ്ങളുടെ ഉള്ളം തൃപ്തിയാണോ? നിങ്ങളുടെ കുടുംബാന്തരീക്ഷം സ്വർഗീയമാണോ? നിങ്ങളുടെ ഭാര്യയെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാനും നിങ്ങൾക്ക് സ്നേഹത്തോടെ ഇടപെടാനും സാധിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ, നിങ്ങൾ തൃപ്തരാണോ? ഞാനോ നശിക്കുന്നു. ദൈവമക്കളെ, പാപാവസ്ഥയിൽ സാത്താൻ നിങ്ങളെ നിത്യനരകത്തിൽ കൊണ്ട് കെട്ടുവാൻ വേണ്ടി വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നതായ ഒരു രംഗം. അയ്യോ, ഞാൻ നശിക്കുന്നു. എ പെറിഷിംഗ് സ്റ്റേറ്റ്. ഇത് ചിലരുടെ ജീവിതത്തെ ഒന്ന് തൊട്ടുണർത്തട്ടെ. ഞാൻ നശിക്കുകയാണല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, പാപത്തിലേക്ക് പോയാൽ നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകും. നരകത്തിലേക്ക് അങ്ങോട്ട് പോകാനേ വാതിലുള്ളൂ. അത് വലിയ നിത്യനാശത്തിലേക്ക് നിങ്ങളെ തള്ളിയിടും. അതിനു മുമ്പ് ഈ ശബ്ദം നിങ്ങൾ കേൾക്കണം. അടുത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ വന്ന് നിങ്ങൾ യഥാർത്ഥമായിരിക്കുന്ന അവസ്ഥ തിരിച്ചറിയണം. 18-ാമത്തെ വാക്യം വായിച്ച്. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഞാൻ എന്താണ് ഇപ്പോൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നതിനോട് പറഞ്ഞല്ലോ. വാട്ട് ഈസ് സിൻഫുൾ സ്റ്റേറ്റ്? പാപാവസ്ഥ എന്താണ്? ദൈവത്തിൻ്റെ മഹത്വം. എ സ്റ്റേറ്റ് ഓഫ് മാഡ്നസ്, എ പെറിഷിംഗ് സ്റ്റേറ്റ്, നശിക്കുന്നതായ ഒരവസ്ഥ. സ്വർഗത്തോടും നിന്നോടും വിരോധമായി പാപം ചെയ്തു. എ സ്റ്റേറ്റ് എഗൻസ്റ്റ് ഗോഡ് ആൻഡ് ഹെവൻ. പാപാവസ്ഥ എന്ന് പറയുന്നത് സാരമില്ല, നിങ്ങൾ ചിന്തിക്കരുത്. സിൻ ഈസ് ഓൾവേസ് എഗൻസ്റ്റ് ഗോഡ്. ദാവീദ് പാപം ചെയ്ത് ബത്ശേബ എന്ന് പറയുന്നതായ ഒരു സ്ത്രീയോടാണ്. അപ്പോൾ നാഥാൻ പ്രവാചകന്റെ ശബ്ദം കേട്ട് അവൻ മാനസാന്തരപ്പെടുന്ന സമയത്ത് കണ്ണുനീരോടെ ഏറ്റുപറയുന്ന എന്താണ്? നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. ദൈവമേ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നീ ഏത് വൃത്തികെട്ട പാപത്തിന് പോയാലും, ഏതെങ്കിലും ഒരു മദ്യഷാപ്പിൽ ചെന്ന് നീ മദ്യം ഊറ്റി കുടിച്ചാലും, നിന്റെ പാപം ദൈവത്തിന് എതിരാണ് എന്നുള്ള കാര്യം നീ വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണം. സ്വർഗത്തിൻ്റെ വാതിൽ അടയ്ക്കുന്നതാണ് പാപം. നരകത്തിൻ്റെ വാതിൽ തുറക്കുന്നതാണ് പാപം. പാപം എന്ന് പറയുന്നത് അത് വാസ്തവത്തിൽ നരകത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ്. ഹല്ലേലൂയ. ദാറ്റ്സ് എ സ്പിരിച്വൽ സയനൈസ്. ആ വൃത്തികെട്ട പാപം വേണ്ട എന്ന് വെക്കാനുള്ളതായ ഒരു വെറുപ്പ് നിങ്ങൾക്ക് പാപത്തോട് വരണം. ഞാനൊരു സത്യം നിങ്ങളോട് അനുഭവിച്ചുകൊണ്ട് പറയാം. കാൽവറിയിലെ സ്നേഹം അനുഭവിച്ചാൽ, വെളിച്ചത്തിൻ്റെ മാധുര്യം അനുഭവിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, വിശുദ്ധിയുടേതായിരിക്കുന്നതായ സൗരഭ്യം ഒന്ന് മണക്കാൻ തുടങ്ങിയാൽ, സത്യം നിങ്ങളോട് പറയട്ടെ, ഈ വൃത്തികെട്ട ലൈംഗിക പാപത്തോടും കോപത്തോടും വാശിയോടും ലോകസ്നേഹത്തോടും ഉള്ളത്തിലൊരു വെറുപ്പ് വരും ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം. യേശുവിനോട് വലിയൊരു സ്നേഹം വരും. അതാണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. പാപം വേണ്ട വേണ്ട എന്ന് പറഞ്ഞാലൊന്നും അത് മാറിപ്പോവുകയില്ല. നിന്റെ അന്തരംഗത്തിൽ കാൽവറിയിൽ ദൈവസ്നേഹത്തിൻ്റെ തീ ഒന്ന് കത്തണം. യേശു സ്നേഹം മാത്രമല്ലേ, ആ സ്നേഹത്തിൽ അങ്ങ് അലിഞ്ഞു ചേരണം. ഹല്ലേലൂയ. പൗലോസിയായെ പോലെ പറഞ്ഞു പോകും, ഈ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ ഈ ലോകത്തിൽ ഒരു പാപത്തിൻ്റെ മാധുര്യത്തിനും സാധിക്കുകയില്ല. ഏത് പെണ്ണോ, ഏത് പണമോ, ഏത് നിലവാരമോ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹച്ചൂടിൽ കത്തി എറിഞ്ഞാൽ മാത്രം മതി. ഹല്ലേലൂയ. ആ സ്നേഹത്തിൽ നിറഞ്ഞോ പാപത്തോടൊരു വെറുപ്പ് നമുക്ക് വരും. എന്ത് തിരിച്ചറിയണം? ഞാൻ നശിക്കുന്നു എന്ന് തിരിച്ചറിയണം. മാത്രമല്ല വേറൊരു സ്റ്റേറ്റ് എന്താണ്? എ സ്റ്റേറ്റ് എഗൻസ്റ്റ് ഗോഡ് ആൻഡ് ഹെവൻ. പാപം എന്ന് പറയുന്നത് ദൈവത്തിനും മാത്രമല്ല സ്വർഗത്തിനും എതിരാണ്. അടുത്ത കാര്യം എന്താണ്?
പാപാവസ്ഥയുടെ യഥാർത്ഥമായ ലക്ഷണം എന്താണ്? 19 വാക്യം വായിച്ച്. 19 വാക്യം. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. എ സ്റ്റേറ്റ് ഓഫ് ലൂസിങ് സൺഷിപ്പ്. പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായോ? പുത്രത്വം നഷ്ടപ്പെടുകയാണ്. നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല. എന്ത് ഗുരുതരമായിരിക്കുന്ന ഒരവസ്ഥയാണ്. അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. പാപത്തോട് യാത്ര പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനെ അപ്പ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിന്റെ പദവിയിലേക്ക് തന്നെ ഉയർത്തിക്കൊണ്ടുവന്നു. നീ ഇപ്പോൾ അപ്പനോട് ചേർന്നാണോ? സ്വർഗീയ സന്തോഷത്തിലാണോ? സ്വർഗ വീട്ടിൽ അപ്പന്റെ വരുതിക്ക് വിധേയപ്പെട്ടാണോ നീ നിൽക്കുന്നത്? ഹല്ലേലൂയ. ആ സ്നേഹച്ചൂട് നീ അനുഭവിക്കുന്നുണ്ടോ? അപ്പനോടുള്ള പിരിയാത്ത സജീവമായിരിക്കുന്ന ബന്ധമുണ്ടോ? കാൽവറി തറവാട്ടിൽ അപ്പനോടും പ്രിയ മക്കളോടും ചേർന്നാണ് നിങ്ങൾ നിൽക്കുന്നത്. ദൈവമക്കളെ, ക്രിസ്ത്യ ജീവിതം എത്ര മനോഹരമാണെന്നറിയാം. ഹല്ലേലൂയ. ഒരിക്കലും ഈ പുത്രത നഷ്ടപ്പെടാനായിട്ട് ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, നഷ്ടപ്പെട്ടു പോയി, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ദൈവമക്കളെ, ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ തേടി വന്നിരിക്കുകയാണ്. 100 ആടുകളിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയപ്പോൾ 99 വിട്ട് കാണാതെ പോയതിനെ തേടി അന്വേഷിച്ചു വന്ന കർത്താവായ യേശുക്രിസ്തു നല്ല ഇടയിൽ നിങ്ങളെപ്പോൾ തേടി വന്നിരിക്കുകയാണ്. 15 അധ്യായത്തിൻ്റെ 24 വാക്യം കൂടി വായിച്ച്. ലോസ്റ്റ് സ്റ്റേറ്റ് ആയിരുന്നു, നഷ്ടപ്പെട്ടു പോയിരുന്നു. നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല. ദൈവമക്കളെ, ഒരു കൂലിക്കാരനൊരുത്തനെ പോലെയെങ്കിലും എന്നെ കൈക്കൊള്ളണമെന്നാണ്. ദൈവമക്കളെ, അധപ്പതിച്ച് ഏറ്റവും വേദനാജനകമായിരിക്കുന്ന ഒരവസ്ഥയിൽ കഴിയുകയാണ്. 15 അധ്യായത്തിൻ്റെ 24 വാക്യം വായിച്ച്. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു. A sinful state is a lifeless state. എനിക്ക് ഒത്തിരി കാര്യം അതിനെക്കുറിച്ച് പറയാനായിട്ട് തോന്നുന്നുണ്ട്. പാപം വിഷമാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. എ ഡെഡ് സ്റ്റേറ്റ്. പാപത്തിൻ്റെ ശമ്പള മരണമാണ്. പാപം ചെയ്യുന്ന നാളിൽ മരിക്കും. ദൈവമക്കളെ, പാപം ചെയ്തോ ആത്മാവിനെ നീ കൊന്നു. ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. തായ്തണ്ടിനോട് ചേർന്നിരിക്കുന്ന ചില്ലി ഏതെങ്കിലും കാരണം കൊണ്ട് അടന്നു പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും, അത് ഉണങ്ങിപ്പോകും. ആവക ചേർത്ത് തീയിലിടും, അത് വെന്തുപോകും. ഭയാനകമായിരിക്കുന്ന അഗ്നിനരകത്തിൽ നീ കത്തിയെരിഞ്ഞ് നിത്യനാശം അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇന്ന് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ഉണരണം. ലൈഫ്ലെസ് സ്റ്റേറ്റ്, ഡെഡ് സ്റ്റേറ്റ്, അതിൽ നിന്ന് ജീവൻ പ്രാപിക്കണം. ജീവന്റെ ഉറവിടം ഒന്നേ ഉള്ളൂ. ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ മാടി വിളിക്കുകയാണ്. കാൽവറിയിലേക്ക് നിങ്ങൾക്കൊന്ന് വരാമോ? അവിടെ എന്താണ് ഒരു ഉറവ തുറന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? അത് ജീവജലമാണ്. മനുഷ്യന്റെ ജീവൻ അവന്റെ രക്തത്തിലാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവരക്തം ചങ്കുപൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ക്രൂശിൻ ചോട്ടിലേക്ക് നിങ്ങൾക്കൊന്ന് വരാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് തൊട്ടാൽ ജീവൻ പ്രാപിക്കും. രക്തസ്രാവ സ്ത്രീ വാസ്തവത്തിൽ അവളുടെ ജീവനെല്ലാം അങ്ങോട്ട് ചോർന്നു പോയി. ജീവിച്ചിരിക്കലും ചത്തവളെ പോലെയാണ് അവൾ വന്നിരിക്കുന്നത്. വിറച്ചുകൊണ്ട് ജീവന്റെ ഉറവിടമായിരിക്കുന്ന കർത്താവായി യേശുക്രിസ്തുവിന്റെ തൊങ്ങലൊന്ന് തൊട്ടു. വലിയൊരു ശക്തി വ്യാപരിച്ചു. ഹല്ലേലൂയ. ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അർത്ഥം എന്താണ് ദൈവമക്കളെ? 15:24 വായിച്ചേ. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എ മിസ്സിംഗ് സ്റ്റേറ്റ്, കാണാതെ പോയ അവസ്ഥ. ആ വീട്ടിലില്ല, ജീവന്റെ പുസ്തകത്തിൽ പേരില്ല. ദൈവമക്കളെ, പാപത്തിൽ മരിച്ചു കിടക്കുകയാണ്. എന്നാൽ നിന്നെ തേടി വന്നിരിക്കുകയാണ് ഈ ശബ്ദം. നിങ്ങൾ എന്ത് പറയുന്നു? ഈ അവസ്ഥയിൽ തുടർന്നാൽ മതിയോ? മുടിയനായ പുത്രൻ സുബോധം വന്നു. അവൻ വ്യക്തമായൊരു കാഴ്ചപ്പാട് ലഭിച്ചു. ആ വെളിച്ചം അവനെ പയ്യെ ഒന്ന് കത്തിക്കാനായിട്ട് തുടങ്ങി. അവൻ അവിടെ ഇരുന്നൊരു തീരുമാനമെടുത്തു. ഞാൻ എണീറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് പോകും. ആ തീരുമാനത്തിന് കാലുകൾ വെച്ചു. ദൈവമക്കൾ അനേകർ തീരുമാനിക്കുന്നുണ്ട്, പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നില്ല. ഇന്ന് അതല്ല. ഹല്ലേലൂയ. വലിയ കൊതിയോടും ആഗ്രഹത്തോടും കൂടിയാണ് അടിയൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഹല്ലേലൂയ ആ സ്നേഹത്തിൻ്റെ ശബ്ദം നിങ്ങളെ ഉണർത്താൻ വേണ്ടി പറയുന്നത്. അടിയൻ അനുഭവിച്ചുകൊണ്ടല്ലേ പറയുന്നത്. മുടിയൻ പുത്രൻ്റെ അവസ്ഥയിലായിരുന്നു ഞാൻ.
എങ്കിലും അരുമനാഥൻ്റെ സ്നേഹത്തിൻ്റെ ചരട് എന്നെ വന്ന് ബന്ധിച്ച് ക്രൂശിനോട് ചേർത്ത് അണച്ചു. ആ ക്രൂശിലേക്കൊന്ന് അടുത്ത് തൊട്ടപ്പോൾ ആ ജീവരക്തം എന്നിലേക്ക് ഒന്ന് പയ്യെ നനഞ്ഞിറങ്ങി. അതെൻ്റെ ജീവിതത്തെ, നാശകരമായ ജീവിതത്തെ, മരിച്ച ജീവിതത്തെ ജീവനുള്ളതാക്കി മാറ്റി. കരിക്കട്ടെ തീപിടിപ്പിക്കാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. യേശുവിൻ്റെ ജീവൻ്റെ ചൈതന്യം അല്പം അല്പം രുചിച്ചുകൊണ്ടാണ് പാവപ്പെട്ട അടിയൻ ഈ വാക്കുകൾ നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർവിൻ കാറ്റ് നിങ്ങളുടെ മേൽ ഇപ്പോൾ വീശിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ജീവൻ്റെ തുടിപ്പ് നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവായി യേശുക്രിസ്തുവിൻ്റെ വചനം ജീവനുള്ളതാണ്, അത് ജീവിപ്പിക്കുന്ന വചനമാണ്, അത് പരിശുദ്ധാത്മാവാണ്. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീനെന്ന് പറഞ്ഞപ്പോൾ അവ ഒരു സൈന്യമായി എഴുന്നേറ്റ് നിന്നതുപോലെ അരുമനാഥൻ്റെ ജീവരക്തത്തിൽ നനഞ്ഞതായിരിക്കുന്ന ശബ്ദം നിങ്ങളെ ജീവിപ്പിക്കട്ടെ. എൻ്റെ വാക്കുകളുടെ മിടുക്കല്ല പറയുന്നത്, കുഞ്ഞാടിനെ ജീവിപ്പിക്കുന്ന രക്തത്തിൻ്റെ ശക്തി. ആ ലൈഫ്ലെസ് സ്റ്റേറ്റിൽ നിന്ന്, ജീവനില്ലാത്ത മരണാവസ്ഥയിൽ നിന്ന്, കാണാതെ പോയി നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്ന് മുടിയനായ പുത്രൻ എഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ. സ്നേഹത്തിൻ്റെ ചരട് അവനെ വലിച്ചടിപ്പിക്കുകയാണ്. അവൻ എഴുന്നേറ്റു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഓടുകയാണ്. അപ്പൻ്റെ അടുക്കലേക്ക് പേടിച്ച് അടുത്ത് ചെല്ലുകയാണ്. ഇപ്പോൾ ഇതാ ഇങ്ങോട്ടൊരു കാലുകൾ അടുത്തോടി വരുന്നു. ഇവൻ പേടിച്ച് കാലുകൾ മന്നം എടുത്തു വെച്ചാണ് ചെല്ലുന്നതെങ്കിൽ അപ്പൻ്റെ കാലുകൾ ചടുലതയോടെ ഓടി വരികയാണ്. ഹല്ലേലൂയ. അപ്പൻ്റെ സ്നേഹമുള്ള കരം അവനെ ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ്, അവനെ ചുംബിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 15-ാം അധ്യായത്തിന് 32-ാമത്തെ വാക്യം. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു, ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എ സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ്, എ സ്റ്റേറ്റ് ഓഫ് റീയൂണിയൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പന്നികളുടെ ഇടയിൽ വൃത്തികെട്ട വാളകൾക്ക് വേണ്ടി മല്ലടിച്ച് ദുർഗന്ധം വമിക്കുന്നതായ വസ്ത്രവുമായി അടുത്തു വന്നതായിരിക്കുന്ന ആ മകൻ ഇപ്പോൾ അപ്പൻ്റെ കരവലയത്തിനുള്ളിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വസ്ത്രമെല്ലാം മാറി, മനോഹരമായ വസ്ത്രം കിട്ടി, ചെരുപ്പെല്ലാം തിരികെ കിട്ടി. ഹല്ലേലൂയ. കയ്യിൽ മോതിരം കിട്ടി. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? അവിടെ ഒരു കൊല നടന്നു, അവിടെ ഒരു മൃഗം അറുക്കപ്പെട്ടു. ഹല്ലേലൂയ. രക്തം ചൊരിഞ്ഞിട്ടല്ല അത് മോചനമില്ല. ഏത് കൊഴുവും പാപിയുടെയും വീണ്ടെടുപ്പിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്, ഒരു കാര്യമുണ്ട്. എന്താണ്? കാൽവറിയിലെ യാഗം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏത് കൊടുംപാപിക്കും രക്ഷപ്പെടാം, ഏത് മുടിയമുത്രനും പ്രിയമക്കളായി മാറാം, ഏത് മരിച്ച് ചീഞ്ഞ് കിടക്കുന്നവനും ജീവൻ പ്രാപിക്കാം. കാരണം കാൽവറിയിലെ രക്തം ഇന്നും ഗുണകരമായി സംസാരിക്കുന്നു. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഹല്ലേലൂയ. ജീവരക്തത്തിൻ്റെ സുഗന്ധ മക്കളെ നിങ്ങൾ മണക്കുന്നുണ്ടോ? ആ കാൽവറിയിൽ ഒഴുകി വരുന്ന തങ്കച്ചോര അത് ജീവനാണ്. ഹല്ലേലൂയ. രക്താംബര ഹിമം പോലെ വെളുപ്പിക്കുന്നതാണ്, അത് രോഗസൗഖ്യം നൽകുന്നതാണ്, അത് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുന്നതാണ്. ഹല്ലേലൂയ. അത് നരകത്തീയിൽ നിന്ന് സ്വർഗരാജ്യത്തിൻ്റെ സന്തോഷത്തിലേക്ക് ഉയർത്തുന്നതാണ്, അത് പാപക്കുഴിയിൽ നിന്ന് പിടിച്ച് കരകയറ്റുന്നതാണ്. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിലേക്ക് തുറന്ന വാതിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ പാപിയുടെ മാനസാന്തരം നടക്കണം. മുടിയൻ പുത്രനെ പോലെ പന്നികളുടെ വാളവരയ്ക്ക് വേണ്ടി മല്ലടിച്ച് ദുർഗന്ധം വമിക്കുന്ന അന്തരീക്ഷത്തിൽ മറ്റൊരു യജമാൻ്റെ കീഴിൽ കിടന്നവൻ ഇപ്പോൾ അപ്പൻ്റെ മേശയിൽ സന്തോഷത്തോടെ സ്നേഹവാത്സല്യം രുചിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് കഴിയുന്നതായ ആ സ്വർഗീയ അനുഭൂതിയിലേക്ക് നിങ്ങൾ വരണമോ? ഹല്ലേലൂയ. നിങ്ങൾക്കിപ്പോൾ മടങ്ങി വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ, സ്വർഗത്തോട് നിന്നോട് വിരോധമായി ഞാൻ പാപം ചെയ്തു, എന്നോടൊന്ന് കരുണ തോന്നണമേ, എൻ്റെ പാപക്കറകൾ കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റെ ദേഹമെന്ന തിരശീല ചീന്തി തുറന്നതായിരിക്കുന്ന പെരുവഴി. ഹല്ലേലൂയ. ആ ക്രൂശിൻ്റെ വഴി, ആ ദേഹമെന്ന തിരശീല ചീന്തി നിനക്ക് വേണ്ടി ഒരു പുതിയ വസ്ത്രം ഇപ്പോൾ തുന്നിത്തരികയാണ്. ഇത് പാപിയുടെ മാനസാന്തരമാണ്. ഈ വചനം കേട്ട ഒരൊറ്റ വ്യക്തി നഷ്ടപ്പെടാനായിട്ട് ഇടവരരുത്. ഏത് കൊടും പാപിക്കും ഇപ്പോൾ മടങ്ങി വരാം. ഹല്ലേലൂയ. ആനന്ദം തുടങ്ങാം, കൊച്ചു സ്വർഗം തുടങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൻ്റെ സ്നേഹ സന്തോഷം ആസ്വദിക്കാം. കാരുണ്യവാനായ പൊന്നു കർത്താവേ, ഈ സ്വർഗീയ നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നീ ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. നിന്റെ കാന്തശക്തി ഞങ്ങളെ ആകർഷിച്ചു. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊന്ന് യഥാസ്ഥാനപ്പെടാൻ ഒക്കുമെന്ന്. ഈ നല്ല സൂചന ഞങ്ങൾക്കായി ഒരുക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മഹത്വം തിരുമേനി മാത്രം എടുക്കണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.